Hi everyone, this is Yabin from Evika. അങ്ങനെ നമ്മുടെ iOS 18.2ന്റെ RC റിലീസ് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഈ ഒരു അപ്ഡേഷൻ എന്തായാലും ഒരു ഹ്യൂജ് സൈസിലാണ് വന്നിരിക്കുന്നത്. 6.41 GB എൻ്റെ iPhone 11ൽ വന്നിരിക്കുന്നത്. ഒരു കംപ്ലീറ്റ് റീഇൻസ്റ്റാൾ ആയാണ് ആ ഒരു ഹ്യൂജ് അപ്ഡേഷൻ സൈസിൽ വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ആപ്പിൾ പുതിയ കുറേ ബീറ്റാസും റിലീസ് ചെയ്യുന്നുണ്ട്. iPadOS, macOS, watchOS, പഴയ നമ്മുടെ iOS 17 സീരീസിലും ഈ പറയുന്ന പുതിയ ബീറ്റ അപ്ഡേഷൻസ് ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. സോ തുറക്കം തന്നെ നമ്മുടെ ഈ അപ്ഡേഷൻ്റെ ബിൽഡ് നമ്പറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതിന് നേരെ സെറ്റിങ്സിലേക്ക് പോകാം. അവിടെ ജനറൽ പോയി കണ്ട് നമ്മുടെ എബൌട്ട് സെക്ഷൻ ടാപ്പ് ചെയ്ത് നമ്മുടെ സോഫ്റ്റ്വെയർ വെർഷനിൽ പോകുമ്പോൾ നമുക്ക് കൂടെ കാണാൻ പറ്റും iOS 18.2 22C150 എന്ന്. ഇതാണ് ഈ ഒരു അപ്ഡേഷൻ്റെ ഒഫീഷ്യൽ ബിൽഡ് നമ്പർ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു അപ്ഡേഷനിൽ പുതിയ ഒരു മോഡേൺ ഫേംവെയറിൻ്റെ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടെക്നിക്കലായ എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ഈ ഒരു അപ്ഡേഷനിൽ അത് റിസോൾവ് ആവാനുള്ള ചാൻസ് നമുക്കുണ്ട്. നമുക്ക് അടുത്ത വന്ന മാറ്റം എന്ന് പറയുന്നത് ഇനി മുതൽ ആപ്പിൾ മ്യൂസിക്കിലും ആപ്പിൾ TVയിലും നാച്ചുറൽ ലാംഗ്വേജ് ആയിട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. ഇതിന് ആപ്പിൾ ഇൻ്റലിജൻസ് ഫീച്ചർ വേണ്ട iPhone 11 ഉൾപ്പെടെ ഈ പറഞ്ഞ നാച്ചുറൽ ലാംഗ്വേജിൽ നമുക്ക് സംസാരിക്കാം. ജസ്റ്റ് ഒന്ന് ആപ്പിൾ മ്യൂസിക് എടുക്കാം. സെർച്ച് ഓപ്ഷനിൽ പോയിട്ട് ഞാൻ ജസ്റ്റ് ഹൈപ്പ് സോങ് വിത്തൗട്ട് റാപ്പ് എന്ന് ഞാൻ സെർച്ച് ചെയ്യണം. വിത്തൗട്ട് റാപ്പ് എന്നിട്ട് ജസ്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുന്ന ഈ പാട്ടുകളെല്ലാം കുറച്ച് ഹൈപ്പ് സോങ്സ് ആയിരിക്കും. പക്ഷേ ഈ പറഞ്ഞ റാപ്പുകൾ ഒന്നും ഈ ഒരു പാട്ടിൽ നമുക്ക് ലഭിക്കുന്നതല്ല. ഇതേപോലെ നിങ്ങൾക്ക് ഈ പറഞ്ഞ മെലഡി ആയാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സെൻട്രിക് ആയിട്ടുള്ള ജനറൽ മ്യൂസിക്സ് ഒക്കെ നോക്കുന്നെങ്കിൽ ഈ പറഞ്ഞ സെർച്ചിൽ കുറച്ചും കൂടെ ഈസി ആയിട്ട് സെർച്ച് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി മുതൽ നിങ്ങൾക്ക് സെർച്ചിൽ നിങ്ങളുടെ ആ നാച്ചുറൽ ടോണിൽ തന്നെ സംസാരിച്ച് ആ ഒരു പാട്ടുകൾ പെട്ടെന്ന് സെർച്ച് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ ആപ്പിൾ മ്യൂസിക്കിലും ആപ്പിൾ TVയിലും നമുക്ക് വന്നിട്ടുണ്ട്. അടുത്ത വന്നിരിക്കുന്ന ഓപ്ഷൻ നമ്മുടെ എയർപോഡ്സ് Pro 2ലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഹിയറിംഗ് എയ്ഡിൻ്റെ ഓപ്ഷൻ ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന ഹിയറിംഗ് എയ്ഡിൻ്റെ ഓപ്ഷൻ കുറച്ചുകൂടെ കൺട്രീസിലേക്കും ആപ്പിൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇന്ത്യയിൽ അൺഫോർച്യുനേറ്റ്ലി ആ ഒരു ഓപ്ഷൻ അവൈലബിൾ അല്ല. USA-ലും UK-ലും അതേപോലെ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ ഹിയറിംഗ് എയ്ഡിൻ്റെ ഓപ്ഷൻ ഇപ്പോൾ ഈ ഒരു അപ്ഡേഷനിലൂടെ അവൈലബിൾ ആണ്. അടുത്ത വന്നിരുന്ന മാറ്റം എന്ന് പറയുന്നത് നമുക്ക് ഇനി മുതൽ ഈ പറഞ്ഞ iOS 18.2ൽ ഫോട്ടോസിൻ്റെ ഒരു റീഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു. അതേപോലെ ഇനി മുതൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ വീഡിയോസിൽ ലൂപ്പുകളും അതേപോലെ തന്നെ ഫ്രെയിം ബൈ ഫ്രെയിമുകളായിട്ട് സ്ക്രബിങ്ങിൻ്റെ ഓപ്ഷനും ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. അതിന് ജസ്റ്റ് നമുക്കൊരു വീഡിയോ എടുക്കാം. ഇവിടെ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നുണ്ട്. ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാവും ഞാൻ ഒരു ഫ്രെയിം ബൈ ഫ്രെയിമാണ് ഈ ഒരു ടൈം ലൈൻ സ്ക്രബ് ചെയ്യുന്നത്. 80 ഫ്രെയിം, 82 ഫ്രെയിം, 86 ഫ്രെയിം നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഓരോ ഫ്രെയിം ബൈ ഫ്രെയിം എനിക്ക് ഇനി മുതൽ ഈ ഒരു അപ്ഡേഷനിൽ വീഡിയോ സ്ക്രബ് ചെയ്യാൻ പറ്റും. അതേപോലെ ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോ ഏറ്റവും അവസാനത്തേക്ക് കൊണ്ടുപോവുകയാണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും വീഡിയോ കഴിഞ്ഞു. അതിനുശേഷം പിന്നീട് ആ ഒരു വീഡിയോ റിപ്പീറ്റ് ആയിട്ട് ഒരു ലൂപ്പ് പോലെ പ്ലേ ചെയ്യുന്നുണ്ട്. ഇത് എങ്ങനെ ഓഫ് ചെയ്യുമെന്ന് വെച്ചാൽ നേരെ നമ്മുടെ സെറ്റിങ്സിലേക്ക് പോവാം. അവിടെ താഴത്തേക്ക് പോയിട്ട് നമുക്ക് ആപ്സ് എടുക്കാം. ഫോട്ടോസ് ഓപ്ഷൻ നമുക്ക് എടുത്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഫോട്ടോസ് ഓപ്ഷൻ ഉണ്ട്. താഴത്തേക്ക് കുറച്ചൊന്ന് പോകുമ്പോഴത്തേക്കും ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ലൂപ്പ് വീഡിയോസ് എന്ന്. അത് ഓഫ് ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ആ ഒരു വീഡിയോ നമ്മൾ എടുക്കാം. ജസ്റ്റ് നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഇപ്പോൾ ആ ഒരു വീഡിയോ ഒന്നുകൂടെ പ്ലേ ആവുന്ന നോക്കാം. ആ ഒരു വീഡിയോ കറക്റ്റായിട്ട് ഓഫായിട്ട് ഇതേപോലെ നിങ്ങൾക്ക് റിപ്പീറ്റായിട്ട് വീഡിയോ പ്ലേ ചെയ്യണമെങ്കിൽ ഈ ഒരു ലൂപ്പ് വീഡിയോ ഓഫ് ചെയ്തിട്ടാൽ മതി. നമുക്ക് എന്തായാലും ഡിഫോൾട്ടായിട്ട് ലൂപ്പ് വീഡിയോ ഓൺ ആയിരിക്കും. ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു ഓപ്ഷൻ ഓഫ് ചെയ്യുകയാണെങ്കിൽ റിപ്പീറ്റായിട്ട് വരുന്ന ആ ഒരു ലൂപ്പ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഓഫ് ചെയ്യാൻ പറ്റും. അടുത്ത വന്നിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെറ്റിങ്സിൽ സഫാരിയിലാണ്. നേരെ സഫാരി ഓപ്ഷൻ എടുക്കാം. ഇവിടെ ഈ പറഞ്ഞ സഫാരി നമുക്ക് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാം. സഫാരി നമ്മൾ സെർച്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് സഫാരി ഓപ്ഷൻ എടുത്ത് താഴത്തേക്ക് പോകുമ്പോൾ കുറച്ചധികം പുതിയ ഓപ്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട്. നേരെ നമുക്ക് താഴത്തേക്ക് സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് പുതിയ ഹിസ്റ്ററി ആൻഡ് വെബ്സൈറ്റ് ഡാറ്റ എന്ന ഓപ്ഷനിൽ എക്സ്പോർട്ടും ഇമ്പോർട്ടും ഇവിടെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പറയുന്ന ഇമ്പോർട്ട് ചെയ്യുന്ന ഓരോ പുതിയ കാര്യങ്ങളും പല ഡോക്യുമെൻറ്റ്സ് ആയിട്ടും അതേപോലെ പല സിസ്റ്റത്തിൽ നിന്നും ഈ പറയുന്ന ഡാറ്റ നിങ്ങൾക്ക് ഇമ്പോർട്ട് ചെയ്യാം. അതേപോലെ നിങ്ങളുടെ ഐഫോണിൽ യൂസ് ചെയ്യുന്ന ആ ഓരോ ബ്രൗസിങ് ഹിസ്റ്ററീസും ഡാറ്റാസും
എക്സ്പോർട്ട് ചെയ്ത് വേറൊരു ഡിവൈസിലേക്ക് ആക്ടിവേറ്റ് ചെയ്യാനും ഉള്ള പുതിയ ഓപ്ഷൻ ആപ്പിൾ iOS 18.2-ൽ സഫാരിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അതോടൊപ്പം നമുക്ക് സഫാരിയിൽ ഇനി മുതൽ ലൈവ് ആക്ടിവിറ്റിയിൽ ഡൗൺലോഡ്സ് കാണാനും പറ്റും. നമ്മുടെ നോട്ടിഫിക്കേഷൻ സെൻറ്ററിലേക്ക് പോകുമ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ സെൻറ്ററിൽ വലിയ ഫയൽസുകളും ഡൗൺലോഡ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് എത്ര GB ഡൗൺലോഡായെന്ന് കാണാൻ പറ്റും. ഡൈനാമിക് ഐലൻഡ് സപ്പോർട്ടുള്ള ഡിവൈസിൽ നിങ്ങൾക്ക് ഡൈനാമിക് ഐലൻഡിലും ഇനി മുതൽ ഈ പറയുന്ന ഡൗൺലോഡിങ് ഓപ്ഷൻ ലൈവ് ആക്ടിവിറ്റി ആയിട്ട് അവിടെയും നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നീട് ഈ ഒരു അപ്ഡേഷനിൽ വന്ന മേജർ ബഗ് ഫിക്സ് എന്ന് വെച്ചാൽ ക്യാമറ ഉപയോഗിച്ച് നമ്മൾ ഫോട്ടോ എടുത്താൽ ആ ഒരു ഫോട്ടോ അപ്പം തന്നെ ക്യാമറ ലൈബ്രറിയിൽ വരുന്നില്ല എന്നൊരു ബഗ് ഉണ്ടായിരുന്നു. ആ ഒരു ബഗ് ആപ്പിൾ റിസോൾവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. ഞാനിപ്പോൾ വേറൊരു ഷോട്ട് എടുക്കുകയാണ്. ഈ ഒരു ഷോട്ട് എടുത്തു. അതിനുശേഷം അപ്പോൾ തന്നെ ഈ പറയുന്ന ക്യാമറയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ലൈബ്രറിയിൽ ആ ഒരു ഫോട്ടോ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഒരു ഫോട്ടോ ലഭിക്കാതിരുന്ന ഒരു മേജർ ബഗ് ഉണ്ടായിരുന്നു. അത് ആപ്പിൾ ഈ ഒരു അപ്ഡേഷനിൽ റിസോൾവ് ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇനി വരുന്ന കാര്യമാണ് എന്നാണ് iOS 18.2 ഒഫീഷ്യലി റിലീസ് ആകാൻ പോകുന്നത്. നമുക്കിട്ട് റിപ്പോർട്ട് അനുസരിച്ച് മിക്കവാറും ഈ പറഞ്ഞ ഡിസംബർ 9 തന്നെ ഈ പറഞ്ഞ iOS 18.2-ൻ്റെ ഒഫീഷ്യൽ അപ്ഡേഷൻ നമുക്ക് ലഭിക്കും. രാത്രി 10 ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈമിലായിരിക്കും ആപ്പിൾ ഈ ഒരു അപ്ഡേഷൻ പുഷ് ചെയ്യാനുള്ള ആ ഒരു ചാൻസ്. അതോടൊപ്പം തന്നെ iOS 18.3-ൻ്റെ ഒരു ബീറ്റ 1 ആപ്പിൾ റിലീസ് ചെയ്യാനും ചാൻസ് ഉണ്ട്. മിക്കവാറും അത് നെക്സ്റ്റ് വീക്കിൽ തന്നെ ആപ്പിൾ റിലീസ് ചെയ്യും. അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള വീക്കിൽ, അതായത് 3rd വീക്ക് ആപ്പിൾ ഡിസംബർ ഈ പറയുന്ന ക്രിസ്മസിന് മുമ്പ് തന്നെ iOS 18.3-ൻ്റെ ബീറ്റ 1 റിലീസ് ചെയ്യും. അതിനുശേഷം ഒരു ഹ്യൂജ് ഗ്യാപ്പിന് ശേഷമാണ് ജാനുവരിയിൽ iOS 18.3-ൻ്റെ ബീറ്റ 2-ഉം വരാൻ പോകുന്നത്. കാരണം അവിടെ ക്രിസ്മസ് ന്യൂ ഇയർ എന്ന് പറയുന്നത് അമേരിക്കയിൽ എല്ലാ എംപ്ലോയീസിനും ഓഫായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ബീറ്റാസ് ഈ ഒരു സമയം ഈ ഒരു ടൈം ഫ്രെയിമിൽ ലഭിക്കാനുള്ള ചാൻസ് ഇല്ല. ജാനുവരിയിലായിരിക്കും മിക്കവാറില്ല ജാനുവരിയിൽ തന്നെയായിരിക്കും iOS 18.3-ൻ്റെ ബീറ്റ 2-ഉം ആപ്പിൾ റിലീസ് ചെയ്യാനുള്ള നല്ല ചാൻസ് ഉള്ളത്. സോ ഇതൊക്കെയാണ് നമ്മുടെ iOS 18.2-ൻ്റെയും 3-ൻ്റെയും ഒരു പ്രഡിക്ഷൻ ലൈനപ്പ് എന്ന് പറയുന്നത്. ഈ ഒരു ഡിവൈസിൽ എനിക്ക് iOS 18.2 ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം പെർഫോമൻസ് ആക്സസ് നല്ല സ്മൂത്തായിട്ട് തന്നെയാണ് പോകുന്നത്. ബാറ്ററിയും ബാക്കി കാര്യങ്ങളും എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലാണെങ്കിൽ ഒരു 3-4 ദിവസം ഞാൻ കറക്റ്റായിട്ട് യൂസ് ചെയ്താൽ മാത്രമാണ് ആ ഒരു ഫീഡ്ബാക്ക് എനിക്ക് കറക്റ്റായിട്ട് ലഭിക്കുന്നുള്ളൂ. ആൻഡ് ഹീറ്റിംഗ് ഇഷ്യൂ ഒക്കെയാണെങ്കിൽ അഫ്കോഴ്സ് നമ്മുടെ ഈ ഒരു അപ്ഡേഷന് ശേഷം നല്ലൊരു ചൂട് നമ്മുടെ ഡിവൈസിലുണ്ടാകും. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ആക്ടിവിറ്റി എല്ലാം കഴിഞ്ഞ് ഫോണൊന്ന് കൂൾ ഡൗൺ ആവാൻ എന്തായാലും കുറച്ച് സമയം എടുക്കും. സോ അപ്ഡേറ്റിന് ശേഷം ഉണ്ടാകുന്ന ചൂട് ക്വയറ്റ് നോർമലാണ്. അതിനുശേഷം നമ്മുടെ ഫോൺ ഒന്ന് സെറ്റിലാവാനുള്ള ടൈം കൊടുക്കണം. ഫോൺ ഓട്ടോമാറ്റിക്കലി ആ ഒരു പഴയ കൂൾ ഡൗൺ സ്റ്റേറ്റിലേക്ക് തന്നെ വന്നോളും. സോ ഇതൊക്കെയാണ് നമ്മുടെ iOS 18.2-ൻ്റെ പുതിയ അപ്ഡേഷൻസ് ആൻഡ് മാറ്റങ്ങളെന്ന് പറയുന്നത്. ഈ ഒരു അപ്ഡേഷൻ വീഡിയോയിൽ കുറേ പുതിയ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കിയെന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. ഇതേപോലുള്ള പുതിയ കോണ്ടന്റുകളും ബാക്കി അപ്ഡേഷൻസും എല്ലാം അറിയാനായിട്ട് നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. വർത്ത് ഫോർ സബ്സ്ക്രിപ്ഷനാണ് നിങ്ങൾക്ക് ഈ ഒരു ചാനലിൽ നിന്ന് ലഭിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെയും ഫേസ്ബുക്കിൽ കൂടെയും ട്വിറ്ററിൽ കൂടെയും എല്ലാ സോഷ്യൽ മീഡിയയിൽ കൂടെയും നിങ്ങൾക്ക് നമ്മളെ ഫോളോ ചെയ്യാം. ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. This is Zebin Xavier signing from Evica.